കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവരതിന് ശേഷം മറ്റുള്ള സ്ഥാപനങ്ങളിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആരും നമ്മൾ അവഗണിക്കലില്ല. ഓക്കെ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ എങ്കിലും ഞാൻ എന്നൊരു കൺക്ലൂഷൻ നോക്കി ചോദിക്കാം. ഒരുപാട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ പണ്ട് മുതലേ കേട്ട് വരാറുണ്ട്. അവയിൽ നിന്നൊക്കെ അലിംസിനെ മാറ്റി നിർത്തുന്ന നിങ്ങളൊരു USP ആയിട്ട് നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാം? എജു താലീമാണ്. സോറി, ഓക്കെ, നമ്മൾ അലിം സമയം ഇത് വന്നോണ്ടാണ് വീണ്ടും ഞാൻ ഒന്നുമില്ല. എജു താലീമിന്റെ പേരിൽ ഒരു ടീമിന്റെ മാറ്റമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള എന്തായാലും നമ്മൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് എജു താലീമിന് മറ്റുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുമായിട്ട് എന്താണ് നിങ്ങളെ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു USP ആയിട്ട് പറയാനുള്ളത് എന്താണ്? എജു താലിമിന്റെ USP ആയിട്ട് പറയാനുള്ളത്? എജു താലിമിന്റെ USP കുട്ടികൾക്ക് കൊടുക്കുന്ന സർവീസ് തന്നെയാണ് മെയിൻ ആയിട്ട്. അവർക്ക് പിന്നെ ഇപ്പൊ ഇതിൽ പല സ്കാമുകളും ഉണ്ട്. ഈ കുറെ യൂണിവേഴ്സിറ്റികളിൽ ഷോർട്ട് കട്ടിൽ പാസ്സാവാനും ഇതൊക്കെ കുറെ ഇതുണ്ട്. അത് നമ്മൾ ചെയ്യലില്ല. ഒന്ന്. രണ്ട്, ഈ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവരതിന് ശേഷം ആഫ്റ്റർ സർവീസ് ആണ് നമ്മൾ നോക്കല്. അപ്പൊ ചിലതിപ്പോ യൂണിവേഴ്സിറ്റിന്ന് നമ്മൾ ചിലപ്പോ സർട്ടിഫിക്കറ്റ് നേരത്തെ നമ്മൾ ഡയറക്റ്റ് ടൈപ്പ് ഉള്ളവരൊന്നും ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കുട്ടിക്ക് പെട്ടെന്ന് ആവശ്യം ഉണ്ടാവും. ഒരു കുട്ടിക്ക് അങ്ങനെ പെട്ടെന്ന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് +2 സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഡൽഹിയിലുള്ള ബോർഡിലേക്ക് ഏകദേശം 1 ലക്ഷത്തോളം റുപ്യക്ക് ചെലവാണ്. അന്ന് പോയി ആ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുത്തു. ഈ കുട്ടിന്റെ അടുത്ത് നിന്ന് 20,000 അങ്ങനത്തെ ഫീസ് കിട്ടണുള്ളൂ. പക്ഷെ അവിടെ നമ്മുടെ സർവീസിന് ആ കുട്ടിക്ക് ആഫ്റ്റർ അതുകൊണ്ട് എന്താണ് ഉപകാരം, അതാണ് നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇതേപോലെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാല് ആരും നമ്മൾ അവഗണിക്കലില്ല. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കുട്ടീനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതേപോലെ അവഗണിച്ചതാണ്. അങ്ങനെ ആര് വന്നാലും നമ്മൾ എന്ത് ചെയ്യും, പൈസ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കും അവരെ. ക്യാഷ് ഒരു പ്രശ്നമല്ല. അവർക്ക് എന്ത് ചെയ്യണം, ലേൺ ബിയോണ്ട് ലിമിറ്റ്സ് എന്നാണ്. അവരുടെ പരിധികൾക്ക് അപ്പുറത്ത് നിന്നിട്ട് അവർക്ക് പഠിക്കാനുള്ള അവസരം നമ്മൾ എന്ത് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠനത്തിന് പരിധി നിശ്ചയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. സോഷ്യൽ ആവാം, പേഴ്സണൽ ആവാം, സൈക്കോളജിക്കൽ ആവാം. അപ്പൊ ആ പരിധികളൊക്കെ ലംഘിച്ചുകൊണ്ട് ആ പരിധികൾക്ക് അപ്പുറം അവർക്ക് മൂവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ നേടാനുള്ള ഒട്ടനവധി കോഴ്സുകളും ഒട്ടനവധി മെന്റേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ടീമാണ് എജു താലിം ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ സ്ഥാപനം. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാല്, അലിംസിനെ പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ ഈ കുട്ടികൾക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി കൊടുക്കുന്ന ഒരു ഇത് പറഞ്ഞല്ലോ, അത് വല്ലാതെ തന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്നൊരു ഇൻസ്പയർഡ് ആയിട്ട് ഇപ്പൊ ഒരു കരിയർ പാക്ക് എന്നുള്ളൊരു സംഭവം നമ്മളും സ്കിൽ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. നമ്മളെ കുട്ടികൾക്കും ഇതുപോലെ ഒരു BCom ചേർന്നാല് അക്കൗണ്ടിങ് കോഴ്സ് എടുക്കുക, അവർക്ക് ഒരു അക്കൗണ്ടന്റ് ആയിട്ട്, ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുക എന്നൊരു സംഗതി ശരിക്കും ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പേര് പറഞ്ഞപ്പോ മാറിയതിൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടാവില്ല? ഇല്ലല്ലോ, ഒരു വിരോധമില്ല. എന്തായാലും നിങ്ങൾ അലിംസിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തിരിച്ച് അങ്ങോട്ടും ഇൻസ്പയർ ചെയ്യണം. തീർച്ചയായിട്ടും. ഒരുപാട് എത്തിക്സ്, ഒരുപാട് നല്ല വാല്യൂസ്. ഞാൻ പലപ്പോഴും എജു താലിം പല പ്രോഗ്രാമുകളിലും ഞാനൊരു ഫാമിലി മെമ്പറെ പോലെ തന്നെ ഞാൻ അതിന്റെ ഭാഗമാവാറുണ്ട്. പല ഇവന്റ്സിലും പങ്കെടുക്കാറുണ്ട്, പല സ്ഥലങ്ങളിലും ഞാൻ പറയാറുണ്ട് കേട്ടോ. ഞാൻ പൊതുവെ എല്ലാം ഈ 3 സ്ഥാപനങ്ങളെ പറ്റി അലിംസ് ഞാൻ കാര്യമായിട്ട് പറയാറില്ല, കാരണം ഞാൻ കണക്റ്റായി വരുന്നേ ഉള്ളൂ. അതേസമയം ഷബീബിന്റെ ഡിജിറ്റലിസം അക്കാദമിയും DMC കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ ഞാൻ പല എസ്പെഷ്യലി പുതിയ വരുന്ന കുട്ടികളുമായിട്ടുള്ള സംവാദങ്ങളൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് എത്രത്തോളം അത് റിസൾട്ട്, അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഒരു കമ്പയർ ചെയ്യാൻ പറയാറുണ്ട്. നിങ്ങൾ വർഷങ്ങളോളം പഠിച്ചെടുത്തിട്ട് വീണ്ടും നിങ്ങൾ ജോലിക്ക് വേണ്ടി വീണ്ടും പഠിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ കോഴ്സ് കഴിയുന്നതോടുകൂടി കുട്ടികളെ കൊത്തിക്കൊണ്ടുപോകാൻ ആളുകൾ വരുന്നത്. പലപ്പോഴും ഞാൻ ഷബീബിനെ വിളിച്ചു ചോദിക്കാറുണ്ട്, ഷബീബെ കഴിവുള്ള കുട്ടികളുണ്ടോ? കഴിവുള്ളത് പോയിട്ട് അവിടെ കോഴ്സ് കഴിഞ്ഞ ഒറ്റ കുട്ടികളും ബാക്കിയില്ല എന്നാണ് പറയാറ്. അപ്പൊ പലപ്പോഴും ആ കോഴ്സ് കഴിഞ്ഞ് കുട്ടികളെ കിട്ടാറില്ല. അപ്പോൾ അലിംസിന്റെ കേസും ഇപ്പോൾ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ കുട്ടികൾ ഫുള്ളായിട്ട് പോയി എന്നുള്ളതാണ്. അതേസമയം നമ്മുടെ നാട്ടിലൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പോലും ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ എത്ര കാലം വെറുതെ നടന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പഠിച്ച കോഴ്സുമായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പറയാൻ നമുക്ക്. ഞാൻ ആക്ച്വലി BEd കഴിഞ്ഞ ആളാണ്, MA BEd കഴിഞ്ഞ ആളാണ്. പക്ഷെ ഞാനൊരു ടീച്ചറല്ല ഇപ്പോൾ. കാരണം അതെൻ്റെ പാഷനല്ല. ടീച്ചറെ ആവുക എന്നുള്ളത് എൻ്റെ പാഷൻ അല്ലാത്തതുകൊണ്ടല്ല,
പക്ഷെ എന്നാലും ഞാൻ എന്നെ റിയലൈസ് എന്നെ റിയൽ സംഭവത്തിലേക്ക് അത് വന്നില്ല. നിങ്ങൾ ശരിക്കും ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ് കഴിഞ്ഞിരുന്നത്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ബന്ധമില്ലാത്ത ഒരു മേഖലയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്, ഓൺട്രപ്രണർ ആയിട്ട്. നമ്മളെ സ്ഥാപനത്തിൽ കുറെ ആൾക്കാർ ബിടെക്കാരാ. ഞങ്ങളൊരു ബികോം കഴിഞ്ഞാണ്. ഓക്കെ, ഏകദേശം കണക്റ്റഡ് ആണ്. എന്നാലും ഒരു ബികോം കഴിഞ്ഞ ആള് ഒരു ഓൺട്രപ്രണർ ആണല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബികോം കഴിഞ്ഞ ആളുകളൊന്നും ഓൺട്രപ്രണേഴ്സ് ആയിട്ട് ബികോം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഓൺട്രപ്രണർ ആയതല്ല. ഷെബീബും വേറെ മേഖലയിൽ പഠിച്ചതാണ്. ഷെബീബ് ഞാൻ ബികോം തന്നെയാണ്. ബികോം ആണ്. ഓക്കെ, ബികോം ആണ്, പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഓൺട്രപ്രണർ ആയിട്ട് മാറിയത്. അപ്പം ഇതുമായിട്ട് നമ്മൾ സോ കോൾഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ഈ ഒരു സംഭവം അത് ഒരിക്കലും ഒരാളുടെ ലൈഫിനെ നിർണ്ണയിക്കുന്നില്ല, നിശ്ചയിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഷോർട്ട് ബ്രേക്ക്.